Hello guys, welcome back to my YouTube channel. Today I am going to show you a cave which is known as the Queen of Caves. ആ കേവിൻ്റെ പേരാണ് പോസ്തോന കേവ്സ്. സോ ലെറ്റ്സ് സീ വാട്ട്സ് അറൗണ്ട്. രാവിലെ തന്നെ ലുബ്ലിയാനയിൽ പോസ്തോന കേവ്സിലേക്ക് ബസ്സിനാണ് ഞാൻ പോയത്. ഒരു 53 കിലോമീറ്റേഴ്സോളം ഉണ്ട് ഇതിൻ്റെ ഡിസ്റ്റൻസ്. പിന്നെ ഞാൻ ടിക്കറ്റ് ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓൺലൈൻ നോക്കിയപ്പം ടിക്കറ്റ് അവൈലബിലിറ്റി കാണിച്ചത് കൊണ്ട് തന്നെ ടൈം എനിക്ക് അത്ര ഉറപ്പില്ലാത്തത് കൊണ്ട് ഞാൻ സ്ലോട്ട് ബുക്ക് ചെയ്തില്ല. പിന്നെ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മളൊരു 1 കിലോമീറ്ററോളം പോസ്തോന കേവ്സിലേക്ക് നടക്കണം ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്യാഞ്ഞത് നന്നായെന്ന് എനിക്ക് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. കാരണം എൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം 10:30 സ്ലോട്ടിൽ കയറുന്നു, ഇത്ര ടൈം എടുക്കണു, ഇനി ഇറങ്ങണു എന്നൊക്കെ ആയിരുന്നു. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും നടക്കാനുള്ളത് കൊണ്ട് തന്നെ എനിക്ക് 12:30 സ്ലോട്ടായിരുന്നു പിന്നെ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നത്. സോ അതുവരേക്കും അതിൻ്റെ അടുത്ത് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർക്ക് ഉണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു അവിടെ ഇരിക്കാനായിട്ട്, പീസ്ഫുള്ളായിട്ട്. സോ അവിടെയൊക്കെ പോയിട്ട് ഞാൻ കുറേ ടൈം കളഞ്ഞു. പിന്നെ നല്ല ക്യൂ ഉണ്ടായിരുന്നു ഈ സ്ലോട്ടിൽ കയറാനായിട്ട്. ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ പോസ്തോനയിൽ പോവുകയാണെങ്കിൽ ഒരു ജാക്കറ്റ് കയ്യിൽ വെക്കുന്നത്. കാരണം ത്രൂ ഔട്ടായിട്ട് ഈ കേവിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 10 ഡിഗ്രിയാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെൻറ്റ് ചെയ്യാവുന്നതും ആണ്. അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് കാണും. പിന്നെ നമ്മളെ ഒരു ട്രെയിനിലാണ് ഈ കേവ്സിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ കേവ് ഒരു 24 കിലോമീറ്ററോളം നീളം ഉണ്ടെങ്കിലും ഒരു 5 കിലോമീറ്റേഴ്സ് മാത്രമേ പബ്ലിക്കിനായിട്ട് അലൗ ചെയ്തിട്ടുള്ളൂ. ആ 5 കിലോമീറ്റേഴ്സിൽ തന്നെ ഈ 3.5 കിലോമീറ്റേഴ്സോളം നമ്മൾ ട്രെയിനിലാണ് പോയി കാണുന്നതും. പിന്നെ മറ്റൊരു 1.5 കിലോമീറ്റേഴ്സാണ് നമ്മൾ നടന്നിട്ടാണ് കാണുക. ആൻഡ് ഐ മസ്റ്റ് സേ ദാറ്റ് ഞാനൊരു വണ്ടർ വേൾഡിൽ പോയതുപോലെയായിരുന്നു. ഐ കുഡിൻ സ്റ്റോപ്പ് സ്റ്റെയറിങ്. ഞാനിങ്ങനെ ഇതെന്താ അതെന്താ, ശരിക്കും വേറൊരു വേൾഡായിരുന്നു. ഇറ്റ്സ് വർത്ത് എവറി പെന്നി ഐ സ്പെൻഡ് ഫോർ ദിസ് എന്ന് തന്നെ എനിക്ക് വേണമെങ്കിൽ പറയാം. കാരണം യൂഷ്വൽ ഞാൻ ചെയ്യുന്ന ട്രാവലിങ്ങിൽ നിന്നും എനിക്ക് വളരെ വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പോസ്തോനയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെയല്ലേ ശരിക്കും നേച്ചറിൻ്റെ വണ്ടർ എന്ന് പറയുന്നത്. നാച്ചുറലി ഫോം ചെയ്തിരിക്കുന്ന സംഭവങ്ങളാണിത്. ഇത് കണ്ടോ, ഈ നീഡിൽസ് പോലെ ഭയങ്കര ഷാർപ്പായിട്ടുള്ള കേവ് കർട്ടൻസ് ആയിട്ട് ഒക്കെ എവിടെയും കാണുന്ന സംഭവങ്ങൾ. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് അല്ലേ. ഈ പോസ്തോന കേവ്സ് എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് വെച്ചാൽ, റോക്സ് ഉണ്ടാവും. വി നോ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോക്സ് എക്സിസ്റ്റ്. അപ്പോൾ അതിലൊന്നാണ് ഈ ലൈം സ്റ്റോൺ റോക്സ് എന്ന് പറയുന്ന ഒരു ടൈപ്പ്. ആൻഡ് ദർ ഈസ് ഓൾസോ എ റിവർ, പിവ്കാർ റിവർ. അപ്പോൾ ഈ റോക്കിലൂടെ ഈ പിവ്കാർ റിവർ ഇങ്ങനെ മില്യൺസ് ഓഫ് ഇയേഴ്സിൽ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ റിവറിൻ്റെ ഇറോസീവ് ആക്ഷൻ കാരണം ഈ ലൈം സ്റ്റോണിനകത്ത് കുറേ പാസേജസും ചേംബേഴ്സും ഒക്കെ ഉണ്ടായി വന്നു. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഈ ചെറിയ കളർ വേരിയേഷൻസ് ഒക്കെ തോന്നും. ചിലത് കുറച്ചും കൂടെ ബ്രൗൺ ആയിരിക്കും, ചിലത് കുറച്ച് ഒരു യെല്ലോയിഷ് അല്ലെങ്കിൽ ഒരു വൈറ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും. സോ ദിസ് മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി മിനറൽ. ഏത് മിനറൽ ആണോ അവിടെ കൂടുതൽ ഉണ്ടാവുന്നത്, സോ അതിനനുസരിച്ചിട്ടാണ് ഈ കളറും വേരി ചെയ്യുന്നത്. ഈ സോല്യൂബിൾ റോക്സിൽ ഫോം ചെയ്ത കേവ്സിന് പറയുന്ന ഒരു പേരാണ് കാസ്റ്റ് കേവ് എന്ന്, KARST. സോ ഈ കാസ്റ്റ് കേവിൽ വെച്ചിട്ട് പോസ്തോന കേവ്സിലാണ് ആകെയുള്ള ഒരു റെയിൽവേ സിസ്റ്റം ഉള്ളത്. ആൻഡ് ദാറ്റ് ടു അത് ഉണ്ടാക്കിയിരിക്കുന്നത് 140 ഇയേഴ്സ് എഗോ ആണ്. മറ്റൊരു എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് ഈ കേവിനകത്തെ ടെമ്പറേച്ചർ. അതെപ്പോഴും 10 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. നമുക്കറിയാം യൂഷ്വലി യൂറോപ്യൻ കൺട്രീസിൽ എക്സ്ട്രീം തണുപ്പുണ്ടാവും. ഈ ഞാൻ പോയ സമയത്ത് അത് എക്സ്ട്രീം ചൂട് ടൈമായിരുന്നു, 40 ഡിഗ്രി ഒക്കെ എത്തിയ ടൈമായിരുന്നു. ബട്ട് സ്റ്റിൽ കേവിനകത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഓൾവേസ് 10 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. പുറത്തെ എക്സ്റ്റേണൽ ടെമ്പറേച്ചർ മാറ്ററേ ചെയ്യില്ല ഈ കേവിനകത്ത്. അതിൻ്റെ റീസൺ ആയിട്ട് പറയപ്പെടുന്ന ഒരു ഇതെന്താന്ന് വെച്ചാൽ, എർത്തിൻ്റെ തേർമൽ ഇനേർഷ്യ കാരണം എന്തെങ്കിലും ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടെങ്കിൽ അത് റെസിസ്റ്റ് ചെയ്യും. ഇതിനകത്തുള്ള റോക്സ് ഒരു ബഫർ സിസ്റ്റമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഒന്നുകിൽ ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്യും അല്ലെങ്കിൽ ഹീറ്റ് റിലീസ് ചെയ്യും. സോ ദാറ്റ് ഇൻസൈഡ് ദ കേവ് ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കോംബോ പാക്കാണ്. ഒന്ന് കേവ്സിലേക്ക്, വേറെ ഒന്ന് പ്രദാമ കാസിലേക്കുള്ളതാണ്. സോ ദ പ്രൈസ് വാസ് 49 യൂറോസ്. ഇനിയിപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒരെണ്ണത്തിന് വേണ്ടി മാത്രം എടുക്കുകയാണെങ്കിൽ അതിന് വേറെ റേറ്റ് ആണ്. ഐ തിങ്ക് ഇറ്റ്സ് അറൌണ്ട് 34 യൂറോസ് ജസ്റ്റ് ഫോർ ദി കേവ്സ്. പ്രദാമ കാസിലിന് വേറെ എന്തോ ആണ്. ബട്ട് കോംബോ ഓഫറിലാണ് കുറച്ച് റേറ്റ് കുറഞ്ഞു കിട്ടുന്നത് കൊണ്ട് ഞാൻ അതാണ് ചൂസ് ചെയ്തത്. ഒരുപാട് സ്പെഷ്യാലിറ്റീസായി ഞാൻ ഈ കേവ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, തീർന്നിട്ടില്ല. വേറൊരു സ്പെഷ്യാലിറ്റിയാണ് കേവ് ഡ്വെല്ലിംഗ് വെർട്ടിബ്രേറ്റ് എന്നറിയപ്പെടുന്ന ഹ്യൂമൻ ഫിഷ് അല്ലെങ്കിൽ ബേബി ഡ്രാഗൺ, ഓം എന്നൊക്കെ വിളിക്കപ്പെടുന്ന
ഒരു ജീവിയും ഈ കേവിനകത്ത് ഉണ്ട്. ഇതിന് യൂഷ്വലി ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 100 years ഒക്കെയാണ്. ഈ ജീവികൾക്ക് സൺലൈറ്റ് ഒന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ മൊബൈൽ ഫോൺസ് അല്ലെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അവർ ജസ്റ്റ് അവിടെ ഒരു ബോക്സ് ഉണ്ടാവും ആൻഡ് അവിടെ പോയിട്ട് നമുക്കത് കാണാൻ പറ്റും. ലൈക്ക് ഇഫ് യു ആർ ലക്കി ഇനഫ് നമുക്കത് കാണാൻ പറ്റും. ഐ കുഡ് സീ ദാറ്റ്. പക്ഷെങ്കിൽ നമുക്ക് ഇതിൻ്റെ റെക്കോർഡിങ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ അടുത്ത് പോയപ്പോൾ. ലണ്ടനേക്കാളും മുന്നിൽ ഈ പോസ്തോന കേവ്സിൽ ഇലക്ട്രിസിറ്റി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുമോ? ഇറ്റ് വാസ് ഹാർഡ് ഫോർ മീ ടു ബിലീവ്. ഇറ്റ് വാസ് റിയലി സർപ്രൈസിങ്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഈ കേവ് എൻ്റെ സ്ലൊവേനിയ വിസിറ്റിൽ എനിക്ക് കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആരെങ്കിലും സ്ലൊവേനിയയിൽ പോകുന്നവരുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ആഡ് ചെയ്യേണ്ട ഒരു കേവാണ് ഈ പോസ്തോന കേവ്സ്. ബൈ ദ വേ, ഈ സ്പെല്ലിംഗ് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാന്ന് വെച്ചാൽ POSTOJNA എന്നാണ്. ജെ സൈലൻ്റ് ആണ്. സോ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് കേവ്സിൽ നിന്ന് ഇറങ്ങി. ഇനി നെക്സ്റ്റ് പോവേണ്ടതാണ് പ്രദാമ കാസിൽ. പ്രദാമ എന്നാണ് പ്രൊനൗൺസ് ചെയ്യാൻ തോന്നുന്നു, പക്ഷേ ഒരു ജെ കൂടി ഉണ്ട്. ഇവിടെ ജനറലി ജെ സൈലൻ്റ് ആണ് മോസ്റ്റ് ഓഫ് ഇതിൽ. അപ്പോൾ ഇനി ഞാൻ അവിടെ എന്തൊക്കെയാണുള്ളതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ 12:30 സ്ലോട്ടിനാണ് കയറിയത്. ഇപ്പോൾ 2 മണി കഴിഞ്ഞു. ഞങ്ങൾ പുറത്തിറങ്ങി, ആ ബാച്ചിലുള്ള എല്ലാവരും. സോ നൗ ഐ എം ഗോയിങ് ടു പ്രദാമ കാസിൽ. I'll show you around. വലിയൊരു അബദ്ധം പറ്റിയെന്ന് വിചാരിച്ചതാണ്. കാരണം ഇവിടുന്ന് മാപ്പ് ഇട്ടപ്പം 8 കിലോമീറ്ററാണ് പ്രദാമ കാസിലേക്ക് കാണിക്കുന്നത്. ലാസ്റ്റ് ഇവിടെ കൗണ്ടറിൽ വന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടുന്ന് ബസ്സുണ്ടെന്ന് പറഞ്ഞു. കാരണം ഗൂഗിൾ മാപ്പിൽ ഒരു ബസ്സും കാണിക്കുന്നില്ല. സോ ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ ഇതിൻ്റെ ഇവിടെ തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ നിന്ന് €2 കൊടുത്താൽ പ്രദാമ കാസിൽ പോകാൻ പറ്റും. ഇവരുടെ തന്നെ ഒരു ഷട്ടിൽ ബസ് സർവീസാണ്. €2 കൊടുത്താൽ നമുക്ക് പോകാനും വരാനും കൂടിയിട്ടുള്ള ടിക്കറ്റ് കിട്ടും. സോ ഞാൻ ഇത്ര സമയം കേവ്സിൻ്റെ കുറേ സ്പെഷ്യാലിറ്റീസ് പറഞ്ഞു. ഇനി പ്രദാമ കാസിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ വേൾഡ്സ് ലാർജസ്റ്റ് കേവ് കാസിലാണ് ഈ കാണുന്ന പ്രദാമ കാസിൽ. ഈ കാസിൽ ഡയറക്ട്ലി കണക്റ്റഡ് ടു ദി കേവ് സിസ്റ്റം കൂടിയാണ്. ഫുള്ളായിട്ട് ആ ഒരു സംഭവം മാറ്റാണ്ട് കേവ്സിലെ പല കാര്യങ്ങളും ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ കാസിൽ ഇരിക്കുന്നത്. കാസിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു QR കോഡ് കിട്ടും. അത് സ്കാൻ ചെയ്താൽ ഈ കാസിലുള്ള പല പല റൂംസിൻ്റെ ഓഡിയോ ക്ലിപ്സ് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ഈ കാസിലിനകത്ത് ഒരുപാട് സീക്രട്ട് ടണൽസ് ഉണ്ട്. നൈറ്റ് എറാസം ലോഗർ ആയിട്ടാണ് ഈ കാസിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ യുദ്ധമൊക്കെ നടക്കുമ്പോൾ തന്നെ ഇതിനകത്തുള്ളവർക്ക് എസ്കേപ്പ് ചെയ്യാൻ എളുപ്പമാണ് ബിക്കോസ് ഓഫ് ദി സീക്രട്ട് ചേംബേഴ്സ് ആൻഡ് ടണൽസ്. പക്ഷെ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈവൻ നമ്മൾ തന്നെ ഇതിൻ്റെ അകത്ത് പോയാൽ എവിടെയെങ്കിലും ഒളിച്ചിരുന്നാലും ഒരാൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് അതിൻ്റെ സ്ട്രക്ചേഴ്സ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും. ഈ കാസിലിന് വേറൊരു പേരും കൂടിയുണ്ട്. ആൻഡ് ദ നെയിം ഈസ് ഡ്രാഗൺസ് കാസിൽ. ഈ കാസിലിൻ്റെ അകത്ത് നമുക്കൊരു ദുരൂഹമായ കുറച്ച് കാര്യങ്ങൾ പോലെ തോന്നുമെങ്കിലും കാസിലിൻ്റെ ഔട്ട്സൈഡ് നോക്കുമ്പം ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അവിടെ കുറേ സ്മോൾ വിൻഡോസ് ഉണ്ട് കാസിലിൻ്റെ അകത്ത്. അതിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് നോക്കുമ്പം നല്ല ലോൺസും കാര്യങ്ങളൊക്കെയാണ്. ഒരു സ്വിറ്റ്സർലാൻഡ് ഫീല് തരുന്ന കാഴ്ചകളാണ്. നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു ഞാൻ പോയ ടൈമിൽ, ബോത്ത് ഇൻ പോസ്തോന കേവ്സ് ആൻഡ് ഇൻ പ്രദാമ കാസിൽ. പൊതുവേ എനിക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ ഈ ക്രൗഡ് വലിയ ഇഷ്ടമല്ലെങ്കിലും ഈ 2 സ്ഥലത്ത് പോയപ്പോഴും ഈ ക്രൗഡ് ഉള്ളത് കൊണ്ട് എനിക്കൊരു റിഗ്രറ്റും ഉണ്ടായിരുന്നില്ല. കാരണം ആ സ്ഥലങ്ങൾ അങ്ങനെയായിരുന്നു. കാരണം ഒറ്റയ്ക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് അത്ര ആസ്വദിക്കാൻ പറ്റിയെന്ന് വരില്ല. ഫുൾ സൈലൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. എനിക്ക് പൊതുവേ സൈലൻസ് ഇഷ്ടമല്ല. ഇത് ഒരു വിൻഡോന്റെ പുറത്തൂടെയുള്ള കാഴ്ചയാണ്. ഒരു സ്വിറ്റ്സർലാൻഡ് ഫീല് കിട്ടുന്നില്ലേ ഞാൻ പറഞ്ഞ പോലെ. ഈ കാസിലിൻ്റെ ഞാൻ ഈ കാണിക്കാൻ പോണ പാർട്ടാണ് എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ഔട്ട് ഓഫ് ഓൾ. ഇത് അഗെയിൻ ലൈക്ക് മോർ ഒരു കേവ് ഫീലിംഗ് ആണ് കിട്ടുന്നത്. ബാക്കിയുള്ള പാർട്ടൊക്കെ ഞാൻ കാണിച്ചത് ഒരു പാലസ് വൈബായിരുന്നു അല്ലേ. ഇവിടെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ വിസിറ്റേഴ്സിന് എൻട്രി ഉള്ളൂ. അതിനുശേഷം നോക്കിയാൽ നമുക്ക് സ്റ്റെപ്സ് കാണാം. ഐ വാസ് ജസ്റ്റ് ക്യൂരിയസ് എന്തായിരിക്കും അവിടെയൊക്കെ ഉള്ളതെന്നുള്ളത്. പക്ഷെ അവിടെയൊന്നും വിസിറ്റേഴ്സ് അലൗഡ് അല്ല. അപ്പം ഇത്രയൊക്കെയാണ് എനിക്കറിയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ. സോ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും സ്ലൊവേനിയയിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലേസസും നിങ്ങളുടെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. യു വോണ്ട് റിഗ്രറ്റ് ഇറ്റ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. If you like my video,
പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.